രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായി തികച്ചും അസാധാരണമെന്ന് തോന്നുന്ന ജീവിതം. ഉത്തർപ്രദേശിനെ വിറപ്പിച്ച ഗുണ്ടാ തലവൻ മുക്താർ അൻസാരിയുടെ ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതാണ്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ, അതിനൊപ്പം 5 തവണ ഉത്തർപ്രദേശ് നിയമസഭയിൽ MLA ആയി എത്തിയെന്ന വൈരുദ്ധ്യവും. യുപിയിലെ മൗ മണ്ഡലത്തിൽ നിന്നാണ് അൻസാരി നിയമസഭയിൽ എത്തിയത്. അതിൽ 2 തവണ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിലാണ് മത്സരിച്ചത്. മുക്താർ അൻസാരിയുടെ ദുരൂഹ മരണമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ജയിലിൽ നിന്ന് ഛർദിയെ തുടർന്നാണ് 63-കാരനായ അൻസാരിയെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് മരണവും സംഭവിച്ചു. മരണകാരണം ഹൃദയാഘാതമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ അൻസാരിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അൻസാരിക്ക് ജയിലിൽ വെച്ച് വിഷം നൽകിയെന്ന് സഹോദരനും ഗാസിപൂർ MPയുമായ അഫ്സൽ അൻസാരി ആരോപിച്ചു. ആരാണ് മുക്താർ അൻസാരി? യുപിയിലെ മൗ സ്വദേശിയാണ്. മുക്താർ അൻസാരിക്കെതിരെ 61 ക്രിമിനൽ കേസുകളാണുള്ളത്. അതിൽ 15 കൊലക്കേസുകളാണ്. 1980-കളിലാണ് അൻസാരി ഗുണ്ടാ സംഘത്തിന്റെ ഭാഗമാകുന്നത്. 1990-കളിൽ ആദ്യമായി ഗുണ്ടാ സംഘമുണ്ടാക്കി. പണം പിടിച്ചുപറിക്കൽ, പണത്തിനു വേണ്ടി ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ എന്നിവയായിരുന്നു സംഘത്തിന്റെ പ്രധാന പ്രവർത്തനം. മൗ, ഗാസിപൂർ, വാരണാസി, ജൗൻപൂർ എന്നീ ജില്ലകളിലാണ് അൻസാരിയുടെ സംഘം പ്രവർത്തിച്ചിരുന്നത്. 70-കളിൽ പൂർവാഞ്ചൽ മേഖലയുടെ വികസനത്തിന് സർക്കാർ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു. ഈ പദ്ധതികൾ സ്വന്തമാക്കിയാണ് മാഫിയ സംഘങ്ങൾ വളർന്നത്. കൽക്കരി ഖനനം, റെയിൽവേ കൺസ്ട്രക്ഷൻ, അവശിഷ്ടങ്ങളുടെ നിർമ്മാർജ്ജനം, പൊതുമരാമത്ത് ജോലികൾ, മദ്യവ്യവസായം തുടങ്ങി എല്ലാ കരാറുകളും ഇത്തരം ഗുണ്ടാ സംഘങ്ങളാണ് നിയന്ത്രിച്ചിരുന്നത്. 1996-ൽ BSP ടിക്കറ്റിൽ മത്സരിച്ചാണ് അൻസാരി ആദ്യമായി MLA ആയത്. പിന്നീട് 2002-ലും 2007-ലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ വിജയിച്ചു. 2007-ൽ BSPയിൽ തിരിച്ചെത്തി. 2010-ൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായതോടെ അൻസാരിയെ BSP പുറത്താക്കി. തുടർന്ന് കോമി ഏക്താദൾ എന്ന പാർട്ടി രൂപീകരിച്ചു. 2012-ലെ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ വീണ്ടും ജയിച്ചു. 2004-ൽ ഭീകരവാദ നിരോധന നിയമം പോട്ട പ്രകാരം മുക്താർ അൻസാരി അറസ്റ്റിലായി. അൻസാരിയുടെ ഒളിത്താവളത്തിൽ നിന്ന് ഒരു യന്ത്രത്തോക്ക് കണ്ടെത്തിയിരുന്നു. തുടർന്നായിരുന്നു അറസ്റ്റ്. BJP MLA ആയിരുന്ന കൃഷ്ണാനന്ദ് റായിയുടെ കൊലപാതകത്തിൽ 2003 ഏപ്രിലിൽ അൻസാരിയെ 10 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. 1990 മുതൽ വ്യാജ തോക്ക് കൈവശം വെച്ച കേസിൽ ഇക്കഴിഞ്ഞ മാർച്ച് 13-നാണ് അൻസാരിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചത്.